2 ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തിയതോടെ പ്രതിസന്ധിയിലായത് മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളുമാണ്. പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ 2000-ഓളം പോലീസുകാരെയാണ് കന്യാകുമാരിയുടെ വിവിധയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനത്തിനും കച്ചവടത്തിനും സുരക്ഷാസേന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയുമാണ്. ഡൽഹിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെയാണ് പോലീസ് സേന. നാവികസേനയും തീരസംരക്ഷണ സേനയും വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും കപ്പലിൽ സുരക്ഷാ വലയം തീർത്തിട്ടുമുണ്ട്. VVIP സുരക്ഷയുടെ പേരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചെന്നാണ് മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും പറയുന്നത്. വിവേകാനന്ദ പാറയിലേക്ക് വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് 2 ദിവസത്തേക്ക് വ്യാപാരികളുടെ കച്ചവടം മുടങ്ങിയത്. 5 കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തവും വിലക്കിയ സുരക്ഷാ സേന തീരപ്രദേശങ്ങളിലെ 42 മത്സ്യബന്ധന ഗ്രാമങ്ങളിലും കനത്ത നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ വരുമാനമാണ് ദിവസവും കടലിൽ പോയാൽ ലഭിക്കുന്നത്. 2 ദിവസത്തെ വിലക്ക് വന്നതോടെ വരുമാനം പൂർണ്ണമായും മുടങ്ങിയെന്ന് സാധാരണക്കാർ പറയുന്നു. പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ, ജെട്ടിക്ക് സമീപം വാവത്തുറ എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത 3 ദിവസങ്ങളിൽ ശനിയാഴ്ച വരെ കടലിൽ പോകുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മെയ് 16 മുതൽ 10 ദിവസത്തെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു. മോദിയുടെ സന്ദർശനം കാരണം തങ്ങൾക്കിപ്പോൾ 3 ദിവസങ്ങൾ കൂടി നഷ്ടമായെന്ന് കന്യാകുമാരിയിലെ മത്സ്യത്തൊഴിലാളിയായ 52-കാരൻ A. വിൽസൺ പറഞ്ഞതായി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. ചെറിയ ബോട്ടുകൾ ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ദിവസവും 12 നോട്ടിക്കൽ മൈൽ വരെ പോകാറുണ്ട്. എന്നാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും അവരെ തടഞ്ഞു. അതുകൊണ്ട് ബുധനാഴ്ച രാത്രി തീരത്ത് നിന്ന് വെറും 2 നോട്ടിക്കൽ മൈൽ വരെയാണ് പോയത്. അതുകൊണ്ട് തന്നെ കാര്യമായ മത്സ്യവും ലഭിച്ചില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇതിനൊപ്പം കർശനമായ സുരക്ഷാ നടപടികളും നിയന്ത്രണങ്ങളും കാരണം വ്യാപാരികൾ കച്ചവടത്തിൽ നിന്ന് വിട്ടുനിന്നതും തിരിച്ചടിയായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 4000 രൂപയ്ക്ക് വിറ്റിരുന്ന 15 കിലോ മീനിന് 1500 രൂപ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കന്യാകുമാരിയിലെത്തുന്ന മോദിയെ സന്ദർശിക്കുന്നതിൽ നിന്ന് തമിഴ്നാട്ടിലെ BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും കേന്ദ്ര നേതൃത്വം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മോദിയുടേത് സ്വകാര്യ സന്ദർശനമാണെന്നും അതുകൊണ്ട് തന്നെ ആരും കന്യാകുമാരിയിലേക്ക് എത്തേണ്ടെന്നുമാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഹെലികോപ്റ്റർ ഇറങ്ങിയ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് പരിസരത്ത് മോദിയെ സ്വീകരിക്കാനെത്തിയ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പൊൻ രാധാകൃഷ്ണന് അനുമതി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാനത്തെ BJP നേതാക്കൾ കന്യാകുമാരിയിലേക്കുള്ള യാത്ര റദ്ദാക്കി. മോദിയുടെ ധ്യാന പരിപാടിക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ തന്തേ പെരിയാർ ദ്രാവിഡ കഴകം, വിടുതലൈ ചെറുതൈകൾ കക്ഷി, ആദ്യ തമിഴർ പേരവേ തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മധുരയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. ചെന്നൈ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഗോ ബാക്ക് മോദി എന്ന പോസ്റ്ററുകളും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് നിറയുന്നത്. ധ്യാനനിരതനായ മോദിയുടെ ചിത്രം പുറത്തു വന്നതോടെ 100 ക്യാമറകളുമായി ഒറ്റയ്ക്ക് ധ്യാനമിരിക്കുകയാണ് മോദിയെന്നും ജൂൺ 4-ന് ശേഷവും അവിടെ തന്നെ ഇരിക്കുന്നതാവും നല്ലതെന്നുമൊക്കെയാണ് പരിഹാസങ്ങൾ. ആരെങ്കിലും ക്യാമറയുമായി ധ്യാനത്തിന് പോകുമോ എന്നായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ചോദ്യം. വിവേകത്തിന്റെ അർത്ഥം അറിയാത്തയാൾ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരുന്നിട്ട് എന്ത് കാര്യമെന്ന് രാജ്യസഭാ MP കപിൽ സിബലും പരിഹസിച്ചു. മോദിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഇതാദ്യമായല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്നത്. 2019-ലെ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് മുൻപും മോദി ധ്യാനമിരുന്നിരുന്നു. അന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഭാഗമായ രുദ്രദാന ഗുഹയിലായിരുന്നു 17 മണിക്കൂറോളം മോദി ധ്യാനമിരുന്നത്.